മുഖ്യമന്ത്രിയും മന്ത്രിസഭയും സർക്കാരും ഭരണഘടന അനുസരിച്ച് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അഡ്വക്കേറ്റ് ജനറൽ എന്ന പദവി അവരെന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ ഭരണഘടനയും മറ്റു നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് തന്നെ എൻ്റെ കഴിവിന് പരമാവധി തൃപ്തിയായി ജനങ്ങളുടെയും സംസ്ഥാനത്തിൻ്റെ സർക്കാരിൻ്റെയും സംതൃപ്തി ലഭിക്കത്തക്ക രീതിയിൽ ചെയ്തു തീർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് ഞാൻ അഭിഭാഷക കൂടിയായ എൻ്റെ ഭാര്യയും മറ്റ് ഹൈക്കോടതിയിലെ എല്ലാ അഭിഭാഷകരുടെയും സുഹൃത്തുക്കളുടെയും നിങ്ങളുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിന് ശേഷമാണ് ഒരു UDF മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന പല കേസുകളുണ്ട്. അതിന്റെ തുടർച്ചകളിലേക്ക് വരുമ്പോൾ അത് നിലപാടുകളുടെ വ്യത്യാസം വരുമോ? അല്ല, ഞാനിപ്പോൾ കേസുകളുടെ ഡീറ്റെയിൽസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ സർക്കാരിൻ്റെ കേസുകൾ എത്രയുണ്ടെന്നതിൻ്റെ കണക്കും എനിക്കറിയില്ല. എങ്കിലും എല്ലാ കേസുകളും ഈ രാജ്യത്തെ ഭരണഘടനയും നിയമ സംവിധാനവും സംരക്ഷിച്ച് അതിൻ്റെ അനുസരണമായിട്ട് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ജനറലിൻ്റെയും മറ്റ് സർക്കാർ അഭിഭാഷകരുടെയും ചുമതല. ആ ചുമതല സർക്കാരിന് പരിപൂർണ വിജയം ലഭിക്കത്തക്ക രീതിയിൽ ഈ നിയമത്തിനെല്ലാം അനുസൃതമായിട്ട് തന്നെ പരമാവധി സംരക്ഷിച്ചുകൊണ്ട് തന്നെ ആ കൃത്യം നിർവഹിക്കാൻ പരമാവധി കഴിവുകൾക്കടുത്ത് ഏറ്റവും സ്പീഡായിട്ട് ചെയ്തു തീർക്കണമെന്നാണ് ആഗ്രഹം. അതിന് ശ്രമിക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.